വ്യവസായ വികസന പരിസരങ്ങൾ ഒരുക്കുന്നതിൽ കേരളത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സാഹചര്യങ്ങൾ കേരളത്തിലാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അടക്കം റേറ്റിംഗ് നില പ്രസിദ്ധീകരിക്കുന്നു. വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും എക്കണോമിക് ഇൻഡിക്കേറ്ററുകളും ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിനെല്ലാം ഇടയിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യവസായി ഏതാനും വർഷങ്ങളായി ആവർത്തിക്കുകയാണ് കേരളം പരമമോശമാണ്, പൊറുതിമുട്ടിയിരിക്കുന്നു, ഇവിടെ വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. കിറ്റെക്സ് ഗാർമെന്റ്സ് MD സാബു M ജേക്കബിൻ്റെതാണ് ഈ പരാതി. 1968 8 തൊഴിലാളികളുമായാണ് സാബു M ജേക്കബിന്റെ പിതാവ് MC ജേക്കബ് അന്ന അലൂമിനിയം ലിമിറ്റഡ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നത്. അവിടെ തുടങ്ങുന്നു കിറ്റെക്സ് ഗ്രൂപ്പിന്റെ ചരിത്രം. ആ വ്യവസായ ശൃംഖല പതിറ്റാണ്ടുകൾ കൊണ്ട് പടർന്നു പന്തലിച്ചു. അലൂമിനിയം ഉൽപ്പന്നങ്ങൾ കൂടാതെ സുഗന്ധവ്യഞ്ജനങ്ങൾ, വസ്ത്രങ്ങൾ, ബാഗുകൾ എന്നിങ്ങനെ ഉൽപ്പന്ന ശൃംഖല വിപുലമായി. 2011 MC ജേക്കബ് അന്തരിച്ചതിന് ശേഷം മക്കൾ വ്യവസായത്തിന്റെ ചുക്കാൻ ഏറ്റെടുത്തു. 10 വർഷം കഴിഞ്ഞ് 2021 മകനായ സാബു ജേക്കബിന് തോന്നുകയാണ് കേരളം ഒട്ടും വ്യവസായ സൗഹൃദമല്ലെന്ന്. കേരളം കൊള്ളില്ല, കേരളത്തിലെ വ്യവസായം അവസാനിപ്പിച്ച് തെലങ്കാനയ്ക്ക് പോവുകയാണെന്നെല്ലാം അദ്ദേഹം അന്ന് പറഞ്ഞു. 4 വർഷത്തിനിപ്പുറവും കേരളത്തിൽ സാബുവും കിറ്റെക്സ് ഗ്രൂപ്പും ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടെ ഇതേ പരാതി ആവർത്തിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസവും പതിവ് പരാതി സാബു ആവർത്തിച്ചു, പതിവിലും കടുത്ത വാക്കുകളിൽ. മന്ത്രി P രാജീവും P ശ്രീനിജൻ MLAയും മറുപടിയുമായി എത്തിയതോടെ ആ സംഘർഷം മൂർച്ഛിക്കുകയാണ്. കണ്ടുവരാം വ്യവസായിയും സർക്കാരും തമ്മിലുള്ള പോര്. കിറ്റെക്സിനെ ക്ഷണിച്ച് ആന്ധ്രാപ്രദേശ് ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി S സവിത കിഴക്കമ്പലത്ത് എത്തിയിരുന്നു. ഇതിനുശേഷമാണ് കൂടുതൽ വിമർശനങ്ങളുമായി സാബു ജേക്കബ് രംഗത്തെത്തിയത്. കേരളം ആരുടെയും പിതൃസ്വത്തല്ലെന്ന് സാബു ജേക്കബ്. പിണറായി മഴുപറിഞ്ഞ് നിർമ്മിച്ചതല്ല കേരളം, തനിക്കുള്ള അവകാശമേ ഇവിടെ രാജീവിനുമുള്ളൂവെന്നും വിമർശനം. ഈ കേരളം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൽ ജനിച്ചു വളർന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകളും ഞാനും നിങ്ങളുമൊക്കെ. അത് ആരുടെയും പിതൃസ്വത്തല്ല. മറുപടിയുമായി വ്യവസായ മന്ത്രി P രാജീവ് രംഗത്തെത്തി. സാബു M ജേക്കബിന്റേത് വ്യവസായിയുടേതല്ല, രാഷ്ട്രീയ നേതാവിന്റെ ശബ്ദമാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ഇത് രാഷ്ട്രീയ പാർട്ടി നേതാവല്ലേ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവും. ചെറിയ അലൂമിനിയം കമ്പനി 6 പേരെ വെച്ചുണ്ടാക്കിയത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനി ആയത് ഇവിടെ തന്നെ പ്രവർത്തിച്ചിട്ടല്ലേ. കുന്നത്തുനാട് MLA PV ശ്രീനിജനും സാബു ജേക്കബിനെതിരെ രംഗത്തെത്തി. വരും ദിവസങ്ങളിലും സർക്കാരും സാബു ജേക്കബും തമ്മിലുള്ള പോര് മൂർച്ഛിക്കാൻ തന്നെയാണ് സാധ്യത. ആദിക്സ് റാപ്പ് ന്യൂസ് മലയാളം. തെലങ്കാനയിലേക്ക് പോയതിന് പിന്നാലെ കിറ്റെക്സ് ഗ്രൂപ്പിനെ ആന്ധ്രാപ്രദേശിലേക്ക് ചന്ദ്രബാബു നായിഡു സർക്കാർ ക്ഷണിച്ചിരുന്നു. കിറ്റെക്സ് ഗ്രൂപ്പ് MD സാബു M ജേക്കബ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ കാണും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ പിന്നിലുള്ള ആന്ധ്രയെ മുന്നിലെത്തിക്കാനുള്ള ആന്ധ്രാപ്രദേശിന്റെ ഒരു നീക്കമാണത്. കഴിഞ്ഞ വർഷം കേരളത്തിനായിരുന്നു ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഈ 1ാം സ്ഥാനം. സാബുവിന്റെ വിമർശനം എങ്ങനെയാണെന്ന് നോക്കാം. കേരള സർക്കാരും LDFും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് കിറ്റെക്സിനെ ആക്രമിക്കുകയാണ്. സഹികെട്ടാണ് 3500 കോടി രൂപ കേരളത്തിൽ നിന്ന് മാറി മറ്റെവിടെയെങ്കിലും നിക്ഷേപിക്കാൻ തീരുമാനിച്ചത്. കേരളം ആരുടെയും പിതൃസ്വത്തല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും സാബു M ജേക്കബ് പറയുന്നു. പിണറായി മഴുവെറിഞ്ഞ് നിർമ്മിച്ചതല്ല കേരളം, തനിക്കുള്ള അവകാശമേ ഇവിടെ രാജീവിനുമുള്ളൂ. അദാനിയെ എതിർത്തവരാണ് വിഴിഞ്ഞത്ത് പങ്കുകച്ചവടക്കാരായത്. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ബൂർഷ്വാ പങ്കാളിയായെന്നും സാബു ജേക്കബിന്റെ പരിഹാസമുണ്ട്. അതേസമയം P രാജീവ് തിരിച്ചടിച്ചു. സാബുവിൻ്റേത് രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ പ്രതികരണമാണ്, വ്യവസായിയുടേതല്ല എന്ന് P രാജീവ് പറയുന്നു. കേരളം വിടുന്നു എന്ന് പറഞ്ഞവർ ഇതുവരെ പോയിട്ടില്ല. വ്യവസായത്തിന് ഒരു തടസ്സവും ഇവിടെ നേരിട്ടിട്ടുമില്ല. കിറ്റെക്സ് ഇത്രയും വളർന്നു വലുതായത് കേരളത്തിന്റെ മണ്ണിലാണ്. ചന്ദ്രബാബു നായിഡു പോലും കേരളത്തെ പ്രശംസിച്ച് സംസാരിച്ചത് നമുക്ക് മുന്നിലുണ്ട്. പിന്നാലെ അവിടുത്തെ MLA ഉണ്ട് PV ശ്രീനിജൻ, അദ്ദേഹവും രംഗത്തെത്തിയിട്ടുണ്ട്. സാബു ജേക്കബിന് മറുപടിയുമായി കുന്നത്തുനാട് MLA. കിഴക്കമ്പലവും ആരുടെയും പിതൃസ്വത്തല്ല, അത് മനസ്സിലാക്കിയാൽ നല്ലത്. ഇനിയിപ്പോൾ തെലങ്കാനയിലേക്ക് പോയ ഒരു കഥയുണ്ടല്ലോ, ആ കഥ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. വ്യവസായ സൗഹൃദ സാഹചര്യങ്ങളെ ചൊല്ലിയുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് കിറ്റെക്സ് തെലങ്കാനയിലേക്ക് പോയത്. 2021 ജൂലൈയിൽ തെലങ്കാനയിൽ നിക്ഷേപം നടത്താൻ കിറ്റെക്സ് തീരുമാനിച്ചു. 3600 കോടി രൂപയുടെ നിക്ഷേപമാണ് കിറ്റെക്സ് തെലങ്കാനയിൽ നടത്തിയത്. ഹൈദരാബാദിലും വാറങ്കലിലുമായി 2 യൂണിറ്റുകൾ കിറ്റെക്സ് സ്ഥാപിച്ചു. വാറങ്കലിലെ കിറ്റെക്സ് പ്ലാന്റ് 2024 ഏപ്രിലോടെ പ്രവർത്തനം ആരംഭിച്ചു. നിർത്തുമെന്ന് അറിയിച്ചെങ്കിലും കിഴക്കമ്പലത്തെ യൂണിറ്റ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട്. ഇനി സാബുവിൻ്റെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ സംസാരിക്കാതെ പോകാൻ കഴിയില്ല. അദ്ദേഹം ഒരു വ്യവസായി മാത്രമല്ല, രാഷ്ട്രീയ നേതാവ് കൂടിയാണല്ലോ. കിറ്റെക്സ് ഗാർമെന്റ്സിന്റെ CSR സംരംഭമായി 2013 2020 ആരംഭിക്കുന്നത്. 2015 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 വിജയിച്ചു. 19 17 സീറ്റും നേടി ഭരണം പിടിച്ചെടുത്തു. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 4 പഞ്ചായത്തുകളിൽ 2020 വിജയിച്ചു. ഭരണം നേടിയത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം, മഴുവന്നൂർ, കുന്നത്തുനാട്, ഐക്കരനാട് പഞ്ചായത്തുകളിലാണ്. CSR ഫണ്ട് ഉപയോഗിച്ച് ജനപ്രിയ പദ്ധതികളൊക്കെ നടപ്പാക്കിക്കൊണ്ടായിരുന്നു തുടക്കം.
അതിനുശേഷം ലോക്സഭയിലേക്ക് മത്സരിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിലും എറണാകുളത്തുമാണ് 2020 മത്സരിച്ചത്. ചാലക്കുടി മണ്ഡലത്തിൽ 2020 1,05,642 വോട്ടുകൾ ലഭിച്ചു. എറണാകുളം മണ്ഡലത്തിൽ 2020 39,808 വോട്ടുകളാണ് കിട്ടിയത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒടുവിൽ പിന്മാറുകയായിരുന്നു. എന്തായാലും സാബു എം ജേക്കബ് രാഷ്ട്രീയത്തിലെത്തിയതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഈ നിലയ്ക്ക്, അതായത് സംസ്ഥാന സർക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതെങ്കിലും അദ്ദേഹത്തിന് ഈ 2013 CSR ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പരീക്ഷണം നടത്താമെന്നുള്ള തോന്നലിലേക്ക് എത്തുന്നത് പ്രാദേശികമായ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഏറ്റുമുട്ടലിലാണ്. അങ്ങനെയുമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരീക്ഷണത്തിലേക്ക് അദ്ദേഹം കടക്കുന്നത് ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മലിനീകരണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില തർക്കങ്ങളും പഞ്ചായത്തിൻ്റെ ഇടപെടലുമൊക്കെയായി ബന്ധപ്പെട്ടാണ് ഈ സാധ്യത അദ്ദേഹം തേടുന്നത്. CSR ഫണ്ടിനെ മറ്റൊരു തരത്തിൽ ജനപ്രിയ പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അതിന് രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ വേറെ വ്യവസായികളാരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു നീക്കമായിരിക്കാം അത്. പക്ഷേ ഇപ്പോൾ ഈ സാബു എം ജേക്കബ് ഈ ആവർത്തിച്ച് കേരള സംസ്ഥാനത്തിനെതിരെ പറയുമ്പോൾ അദ്ദേഹം ഓർക്കേണ്ട ഒരു കാര്യം, ഈ ചന്ദ്രബാബു നായിഡു തന്നെ, ഇപ്പോൾ ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോകുന്നു, അവിടെ ഗംഭീര സാധ്യതയുണ്ട്, ഇവിടെ സാധ്യതയില്ല എന്ന മട്ടിലാണ്. പക്ഷേ ചന്ദ്രബാബു നായിഡു തൊട്ടടുത്ത ദിവസമാണ് പറഞ്ഞിട്ടുള്ളത് കേരളം ഗംഭീരമാണ്, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് എന്തെങ്കിലും നിശ്ചയമായിട്ടും രാഷ്ട്രീയം മാത്രമല്ലേ ഉള്ളൂ ഹർഷൻ, നമുക്കത് അറിയാമല്ലോ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോഴാണ് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലൊക്കെ മുകളിലെത്തിയത്. വ്യാവസായിക മേഖലയിൽ നല്ലതാണ് എന്ന് വ്യവസായ മേഖലയിലെ നിരവധിയായിട്ടുള്ള ആളുകൾ പറയുന്നു. ചന്ദ്രബാബു നായിഡുവിനെ പോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു. ഇപ്പോഴാണല്ലോ നമ്മളൊരു 10, 20 അല്ലെങ്കിൽ 25 വർഷം മുമ്പ് ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ എന്ന് വെച്ചാൽ കേരളം വ്യവസായം നടത്താൻ പറ്റുന്ന സ്ഥലമേ അല്ല. ഇവിടെ ട്രേഡ് യൂണിയനിസം ഭയങ്കര ശക്തമാണ്, ഇവിടെ വല്ലാത്തോതിൽ ഉപദ്രവിക്കുകയാണെന്നുള്ള കഥ ഏറ്റവും വലുതായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നൊരു കാലമാണല്ലോ. എന്ന് വെച്ചാൽ കേരളത്തിൽ ഈ പറയുന്ന ഈ ലുങ്കിയും മാടികെട്ടി നടക്കുന്ന ഈ CIT-കാരൊക്കെ ചേർന്ന് സമരം നടത്തിയിട്ട് ഇവിടെ വ്യവസായമേ നടത്താൻ പറ്റുന്നില്ല എന്ന് ഏറ്റവും ശക്തമായിട്ട് പ്രചാരണമുണ്ടായിരുന്ന ആ കാലത്ത് തുടങ്ങിയിട്ട് ഈ ഉയരത്തിലേക്ക് എത്തിയ സംവിധാനമാണ് ഈ കിറ്റക്സ്. ആ കാലത്താണ് തുടങ്ങിയെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ പറയുന്ന ഇത്രക്കൊന്നും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സോ അല്ലെങ്കിൽ വ്യാവസായിക സൗഹൃദം അല്ലാതിരുന്നോ കാലത്ത് എന്ന് പറയപ്പെട്ടിരുന്ന കാലത്ത് ഇവിടെ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രവർത്തിച്ചിട്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ളൊരു വ്യാവസായിക സംവിധാനമാക്കി മാറ്റിയത് ഇതേ കേരളത്തിൽ ഇതേ കാലത്തുകൂടെയാണ്. ഇപ്പോൾ ഇദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ P. രാജീവ് പറയുന്നത് ശരിയാണല്ലോ എന്നാണ് നമുക്ക് തോന്നുക. നിഷ്പക്ഷമായിട്ട് നോക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഇദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. രാഷ്ട്രീയമായിട്ട് ഇവരെ കണ്ടുകൂടാ, ഈ ഇടതുപക്ഷ സർക്കാരിനെ കണ്ടുകൂടാ, CPM-നെ കണ്ടുകൂടാ, P. രാജീവിനെ ഒട്ടും കണ്ടുകൂടാ. ഉന്നത നാട്ടിൽ ശ്രീനിജൻ ജയിച്ചത് സഹിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ രാഷ്ട്രീയമായിട്ടുള്ള തോന്നലുണ്ട്. ഇപ്പോൾ എന്താണ് മറ്റൊരു കാര്യം, ചന്ദ്രബാബു നായിഡു വന്ന് വിളിച്ചിരിക്കുന്നു. ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസം അവിടെ ഒരു പുതിയ തീരുമാനം അവരുടെ മന്ത്രിസഭ കൊണ്ടുവന്നു. എന്താണ്, 10 മണിക്കൂർ ആക്കിയിട്ട് അവിടുത്തെ തൊഴിൽ സമയം കൂട്ടി. ഇവിടെ അത് പറ്റില്ലല്ലോ. 10 മണിക്കൂർ ആയിട്ട് സമയം കൂട്ടി. അത് നേരത്തെ 8 മണിക്കൂറായിരുന്നു, 9 മണിക്കൂറാക്കി, ഇപ്പോൾ 10 മണിക്കൂറാക്കി. അത് ഈ 10 മണിക്കൂറായിട്ട് തൊഴിൽ സമയം കൂട്ടുന്നത് ഓഫീസിലിരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ബൗദ്ധിക അധ്വാനം നടത്തുന്ന ആളുകളുടെ സമയമല്ല കൂട്ടുന്നത്. ഫിസിക്കലായിട്ട് ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന ഇതുപോലുള്ള ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും മറ്റുമൊക്കെ അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളിൽ ശരീരം കൊണ്ട് അധ്വാനിക്കേണ്ടുന്ന മനുഷ്യരുടെ ജോലി സമയമാണ് 2 മണിക്കൂർ കൂട്ടിയിരിക്കുന്നത്. 2 തവണയായിട്ട് 2 മണിക്കൂർ കൂട്ടിയിരിക്കുന്നത്. കേരളത്തിൽ അത് നടക്കില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന നിലപാടുള്ള സർക്കാരും പൊതുജനങ്ങളുമാണ്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ 8 മണിക്കൂർ ആളുകൾ ഫിസിക്കലി ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന നിലപാടുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ആളുകൾക്ക് ഭക്ഷണം കഴിച്ച് വിശ്രമത്തിലൊക്കെ ഏർപ്പെട്ട് വിനോദ കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് നല്ല സാമൂഹ്യ ജീവിതമുള്ള മനുഷ്യർ അവരുടെ ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തിയിട്ട് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് കേരളം. അവിടെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലും മറ്റുമൊക്കെ നല്ല പേര്, കേന്ദ്രത്തിൻ്റെ തന്നെ പട്ടികകളിൽ നല്ല പേര് കേരളം ഉണ്ടാക്കുന്നത്. അതിപ്പോൾ നാളെ മറ്റൊരു സർക്കാർ വരികയാണെങ്കിൽ മറ്റൊരു സർക്കാരും ഇതേ ട്രാക്ക് തന്നെയായിരിക്കും പിന്തുടരുക. അതായത് നല്ല നിലക്ക് ആളുകളെ ഈ 8 മണിക്കൂർ തന്നെ ജോലി ചെയ്യിപ്പിച്ചിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകണമെന്ന് രാഷ്ട്രീയ നേതൃത്വത്തിന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ GDP വളർച്ച ഇത്രയാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സാധാരണക്കാരും പാവപ്പെട്ടവരായ മനുഷ്യരെ 2 മണിക്കൂർ അഡീഷണലായിട്ട് ശരീരം കൊണ്ട് അധ്വാനിപ്പിക്കുന്ന പരിപാടിയിലേക്ക് കേരളത്തിൽ പോകാൻ പറ്റില്ല. അദ്ദേഹം അവിടേക്ക് പോകട്ടെ, തെലങ്കാനയിലേക്ക്, ആന്ധ്രാപ്രദേശിലേക്ക് പോകട്ടെ, അദ്ദേഹം അങ്ങോട്ട് പോകട്ടെ. എന്നിട്ട് അദ്ദേഹം കേരളത്തെ കുറ്റം പറയുന്ന പരിപാടി നിർത്തുകയാണ് വേണ്ടത്. ഇത് ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് CPM-നോടും P. രാജീവിനോടും ഇടതുപക്ഷ സർക്കാരിനോടാണ് പറയുന്നതെങ്കിലും ആത്യന്തികമായിട്ട് ദിവസങ്ങൾ ഈ കഴിയുന്തോറും കേരള വിരുദ്ധമായിട്ടുള്ള വർത്തമാനം പറയുന്ന ഒരാളായിട്ട് ഇദ്ദേഹം കേരളത്തിലിരുന്നിട്ട് വ്യാവസായിക സാമ്രാജ്യം ഉണ്ടാക്കിയ, അതും ഇക്കാലമൊക്കെ കടന്നുണ്ടാക്കിയ ഈ സാബു എം ജേക്കബ് മാറിയിരിക്കുന്നു എന്നതാണ് കാണുന്നൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ ബുദ്ധി മാത്രമാണ് ഇതിന് പിന്നിൽ. ഞാൻ പറയുന്നത് രാഷ്ട്രീയമാണ് എന്ന് പോലുമല്ല, അദ്ദേഹത്തിൻ്റെ സാബു എം ജേക്കബ് എന്ന ഒറ്റ വ്യക്തിയുടെ
പണത്തിൻ്റെ ഒരു 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 അവകാശബോധവും ധാർഷ്ട്യമെന്ന് തന്നെ പറയാവുന്ന നിലപാടുമൊക്കെയുള്ള ഒരു സമ്പന്നനായ മുതലാളിയുടെ വ്യക്തിപരമായുള്ള രാഷ്ട്രീയ ബുദ്ധി എന്ന് മാത്രമേ ഇതിനെ കാണേണ്ടുള്ളൂ. ആ നിലയ്ക്ക് നാട്ടുകാർ തീർച്ചയായും. അത് മാത്രമല്ല, ഇതിപ്പോ അദ്ദേഹം പറയുന്നത് ഇവിടെ നിന്ന് എന്താണ് പോകാത്തതെന്ന് എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ ബിസിനസ് തുടങ്ങും. അന്ന് ആദ്യം പറഞ്ഞു 2021 പറഞ്ഞ് ഞാനിതെല്ലാം പറിച്ചുകൊണ്ട് പോവുകയാണ് തെലങ്കാനയ്ക്ക് എന്നായിരുന്നു. അപ്പം ഇവിടെ ബിസിനസ് ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് ഇവിടെ 10,000 പേർക്ക് ഇവിടെ നാട്ടുകാർക്ക് ജോലി കൊടുക്കുന്നു, അതുകൊണ്ട് നിലനിർത്തുന്നു എന്നൊക്കെയാണ് അദ്ദേഹം. ആ കേരളത്തിൽ അതായത് രാഷ്ട്രീയ നേതാവുണ്ടല്ലോ, ഇപ്പോൾ ഒരു കമ്പനിയിലെ ആളുകളുടെ വിവരങ്ങൾ പുറത്തു വിടുക എന്ന് ആവശ്യപ്പെടുന്നത് ശരിയല്ല. പക്ഷേ മലയാളികളാണെങ്കിൽ ആ കണക്കൊന്ന് പുറത്തു വിടേണ്ടതാണ്. കേരളത്തിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള പാവങ്ങൾ അവിടെ വന്ന് പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഏകദേശ കണക്കുകൾ തന്നെ നമുക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാനും കഴിയും. അവിടുത്തെ ഒരു സ്ഥിതി നമുക്ക് നാട്ടുകാർക്ക് അറിയാം. പക്ഷേ കിറ്റക്സ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സംരംഭമായാണ് 2020 കിഴക്കമ്പലത്ത് ആരംഭിക്കുന്നത്. പിന്നീട് അത് ക്രമേണ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു സംഘടനയായി മാറുകയാണ്. ഒരു കോർപ്പറേറ്റ് സംവിധാനം രാഷ്ട്രീയ സംവിധാനമായി മാറുന്നതിലെ എല്ലാ തകരാറുകളും കിഴക്കമ്പലം മോഡലിനുണ്ട്. ദർശനവും തത്വശാസ്ത്രവും പദ്ധതിയും പരിപാടിയും ഇല്ലാത്ത സംഘടന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ഭരണത്തിൽ ഇടപെടുകയും ചെയ്യുന്നതിൻ്റെ തകരാറാണ് അവിടെ നമ്മൾ കാണുന്നത്. CSR ഫണ്ട് വലിയ തോതിൽ ഉപയോഗിക്കാനുള്ളതുകൊണ്ട് ചാരിറ്റി പൊളിറ്റിക്സ് നടത്താൻ 2020ക്കായി. ആ ആനുകൂല്യത്തിൽ മത്സരിച്ച ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രാദേശിക രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാനും അവർക്കായി. സമകാലിക ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് പുതിയൊരു കാര്യമല്ല. അതിൻ്റെ സൂക്ഷ്മമായ തലത്തിലുള്ള പരീക്ഷണമാണ് കിറ്റക്സിലൂടെ കേരളത്തിൽ നടക്കുന്നത്. പ്രാദേശിക രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഉടമ എന്ന നിലയിൽ സാബു ജേക്കബിന് സർക്കാരിനെ വിമർശിക്കാം. പക്ഷേ അതിന് ഒരു വ്യവസായിയുടെ മൂടുപടം അണിയുന്നതാണ് പ്രശ്നം. CSR ഫണ്ട് നിർബന്ധമായും ചെലവഴിക്കണമെന്നത് കിറ്റക്സിൻ്റെ നിയമപരമായ ബാധ്യതയാണ്. 2020 ഭരിക്കുന്ന ഇടങ്ങളിൽ മാത്രം അത് ചെലവഴിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന കുറുക്കുവഴി വിമർശിക്കപ്പെടേണ്ടതാണെന്ന് RDX കരുതുന്നു. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ അധികാരത്തിൻ്റെയും ഉടമാവകാശിയുടെയും ഭാഷയാണ് സാബു M ജേക്കബിൻ്റേത്. രാഷ്ട്രീയത്തിൻ്റെ വ്യവഹാര ഭാഷ ജനാധിപത്യത്തിൻ്റെതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കട്ടെ. ഇവിടെ യാതൊന്നും ശരിയല്ല, കേരളം വ്യാവസായിക സൗഹൃദ ഇടമല്ല എന്നെല്ലാം പറയുമ്പോൾ താങ്കളുടെ പിതാവ് 50 വർഷം ബിസിനസ് നടത്തി ബിസിനസ് വളർത്തി വലുതാക്കിയ ഇടം കൊച്ചു കേരളമാണെന്ന് കൂടി മനസ്സിലുണ്ടാവണമെന്ന് മാത്രം RDX ഓർമ്മിപ്പിക്കുന്നു.